ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമേശ്വർ. നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്, മടിക്കേരിയിലേക്കാണ്. വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് എന്ത് ചെയ്യും, മടിക്കേരിക്ക് പോയിട്ട് വരാം. അതിൻ്റെ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ വ്ളോഗിൽ ചെയ്യുന്നതായിരിക്കും. ടൂർ എന്ന് വെച്ചാൽ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് മടിക്കേരിയിലേക്കാണ്. വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലത്തെ ഫാർമസിയിലെ സ്റ്റാഫാണ്. നമ്മൾ 10 പേരുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5:15 സമയത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ ട്രാവലർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ട്രാവലറിൽ കയറി യാത്ര തുടങ്ങി. രാവിലെ ആയതുകൊണ്ട് ആരും ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഫസ്റ്റ് പരിപാടി എന്നുള്ളത് ചായ കുടിയാണ്. അപ്പോൾ കുറച്ച് സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ മടിക്കേരി എത്തി. നമ്മൾ മടിക്കേരിയിൽ നിന്നൊരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാനായിട്ട്. പക്ഷെ അവിടുത്തെ ഫുഡും നമ്മളെ നാട്ടിലെ ഫുഡും എൻ്റേളി ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടും രണ്ട് ടൈപ്പ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഇഡ്ഡലി ഓർഡർ ചെയ്തു, കുറച്ച് പേര് പൂരി ഭാജി ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് വന്ന ഇഡ്ഡലി ഇതാണ്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ്. നാട്ടിലെ ഫുഡിനേക്കാളും എൻ്റേളി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ട്രാവലറിൽ ഇപ്പോൾ എല്ലാവരും ഏകദേശം ഒരു ഉന്മേഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ട്രാവലറിൽ എന്താണ് അടിച്ചു പൊളിക്കുകയാണ്, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ വന്ന സമയം നല്ല അടിപൊളിയാണ്. കാരണം ഇത് ക്രിസ്മസ് വെക്കേഷനും അതേപോലെ സൺഡേയുമാണ്. അപ്പം നല്ല തിരക്കാണ് ഇവിടെ. നമുക്കതിന് തിരക്കേന് കാണാൻ പറ്റും. നമ്മൾ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് നടന്നു. ഒരുപാട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ നല്ല തിരക്കാണെന്ന്. അപ്പോൾ നമ്മൾ ദുബേര എന്നുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ അവിടെ ഒരു പുഴ കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് എത്താനുണ്ട്. അത് നല്ല അഡ്വഞ്ചറായിട്ടുള്ളൊരു എക്സ്പീരിയൻസും കൂടിയാണ്. നല്ല അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ഈ കാണുന്നത് കാവേരി നദിയാണ്. ഈ നദി മുറിച്ച് കടന്ന് വേണം നമുക്ക് അപ്പുറത്ത് എത്താനായിട്ട്. അപ്പുറത്താണ് നമുക്ക് ആനയുടെ സങ്കേതങ്ങളൊക്കെ ഉള്ളത്. നല്ല വൈബ് സ്പോട്ടാണ്. നമ്മൾ ഇവിടെ ഈ കാണുന്ന ചാക്കൊക്കെ ഇട്ട് വെച്ച് കണ്ടല്ലോ, അത് നമുക്ക് എന്താണ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറച്ച് ആയം കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാക്കിട്ട ഭാഗത്തൂടെയാണ് എല്ലാവരും നടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ ചെരുപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത്. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ യൂസ് ചെയ്യാം. പക്ഷെ ഷൂട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ അടിയിൽ മുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പതിയെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ നദി മുറിച്ച് കടന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ദുബാരയിലേക്ക് എത്താൻ. നേരത്തെ പറഞ്ഞ പോലെ വലിയ ക്യൂ ആണ്. കാരണം ക്രിസ്മസ് വെക്കേഷനും അതേപോലെ സൺഡേയുമാണ്. ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും. വലിയ ക്യൂ ഉള്ള റീസൺ ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് കിടക്കാം. പക്ഷേ ഈ പോകുന്ന എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ചെയ്യേണ്ടത് തന്നെയാണ്. വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്.
ഈ കാണുന്നതാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് എന്നുള്ളത്. ചുറ്റും കാട്, അതിൻ്റെ മുമ്പിലായിട്ട് ഒഴുകുന്ന കാവേരി നദി. നല്ല അടിപൊളി വൈബ് സ്പോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കയറാൻ ഒരാൾക്ക് വരുന്ന ചാർജ് എന്നുള്ളത് 140 റുപ്പീസാണ്. നമ്മൾ 10 പേരുണ്ട്, അപ്പോൾ 1400 രൂപ വരും. പക്ഷെ ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് ഇല്ലായിരുന്നു, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് സെൻഡ് ചെയ്തു. അങ്ങനെ ക്യാഷ് കൊടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയതും പുറത്ത് വരാനുള്ള തിരക്ക് അതിനേക്കാൾ അപ്പുറം കാണുന്നുണ്ട്. അങ്ങനെ അകത്ത് ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത് ഒരു ആനക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ആനക്ക് ഫുഡൊക്കെ കൊടുക്കാം. ഈ സ്ഥലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ആനകളുടെ ക്യാമ്പ് തന്നെയാണ്. ഇവിടെ ഒത്തിരി ആനകളുണ്ട്. നമുക്കിവിടെ ലൈവായിട്ട് ആനക്ക് ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ആന കുളിക്കുന്നതാണെങ്കിലും നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആനകളുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ജയറാമിൻ്റെ പടത്തിലുള്ള ഒരു കല്യാണി ഉണ്ടായിരുന്നു, ആ ചെറിയൊരു ആന. അതും അതേപോലത്തെ ആനയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആനയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റും നടന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും മെയിൻ ചെയ്യുന്ന സംഭവം ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോ പോസിങ് ഏരിയയാണ്. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ദുബായിലെ സുഖസുന്ദരമായ ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പുഴ കടന്ന് പോകുന്നത് ആ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് അപ്പുറത്തായിട്ട് പല ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടായിരുന്നു. കയാക്കിങ് ആണെങ്കിലും പിന്നെ ഒരു ഹൊറർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാ വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് നമുക്ക് ഹൊറർ ആക്ടിവിറ്റീസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഹൊറർ ആക്ടിവിറ്റീസിലേക്ക് പോയി. ഇതാണ് ആ കാണുന്ന പ്ലേസ് എന്നുള്ളത്. അപ്പോൾ അതിലെ വൈകിട്ട് ആ ചെറിയ കുട്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, ഒരു പേടിയും ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ 5 പേരായിട്ടാണ് കയറിയത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒച്ച ബഹളം കേട്ട് കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ അത്ര ധൈര്യം പോലും ഇല്ല എന്തായാലും. അപ്പോൾ എനിവേ നമ്മൾ പുറത്തിറങ്ങി, അതിനകത്ത് കണ്ട് പുറത്തിറങ്ങിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളുടെ കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ട്. അതിലൊരു ഫണ്ണി ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ എന്ത് ചെയ്തു, നമ്മൾ 3D ഗ്ലാസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മൾ ഗ്ലാസിൻ്റെ ആയിട്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു, അതിനകത്തോട്ട് കയറി. അപ്പോൾ നമ്മൾ വിസ്മയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാമെന്ന്. പക്ഷെ നമ്മൾ കുറേ സമയം അതിനകത്ത് പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കുറേ ആൾക്കാരുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് എന്ത് ചെയ്തു, ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. തിരിഞ്ഞാലും പറഞ്ഞാലും എത്തുന്നില്ല, ഒരേ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തു, കുറേ സമയം ചിലവഴിച്ചു.
എങ്ങനെയായിരുന്നു 3D അങ്ങ് മറ്റേ ഇതെങ്ങാണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെയായിരുന്നു 3D ക്ലാസ് എങ്ങാണ്ടായിരുന്നു? അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് 3D ഷോ ആണ്. എല്ലാവർക്കും ഓരോ ഗ്ലാസ് വെച്ച് തന്നു. നമ്മൾ അകത്തോട്ട് കയറി, എന്നിട്ട് നമ്മൾ 3D ഷോ കണ്ടു. കുഴപ്പമില്ലാത്തൊരു ഷോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ തന്നെ ഏകദേശം ടൈം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെയും കാത്ത് നമ്മുടെ വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. എല്ലാവരും ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? ബിരിയാണി കഴിച്ചു. അങ്ങനെ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവുകയാണ്. കുറച്ച് സമയത്തിനകം തന്നെ നമ്മൾ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തി. ഇതാണ് അവിടുത്തെ മെയിൻ എൻട്രൻസ് എന്നുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല അകത്ത് കയറാനായിട്ട്. നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ എന്താണ് ഇങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും ഇപ്പോൾ എന്താണ് അകത്തോട്ട് കയറുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് മടിക്കേരിനടുത്തുള്ള ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിൾ. ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് പ്രത്യേകിച്ച് വലിയ ഡീപ്പായിട്ടൊന്നും അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഇതിൻ്റെ പേര് നാം റോളിംഗ് മോണസ്റ്ററി എന്നായിരുന്നു. പിന്നെ 1959 ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ടിബറ്റിയൻ മോങ്സാണ് ഈ മോണസ്റ്ററി സ്ഥാപിച്ചത്. പെനർ റിംപോച്ചെ എന്ന ബുദ്ധ സന്യാസിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ മോണസ്റ്ററിയിൽ ഒന്നാണ്. അവരുടെ ലാംഗ്വേജിൽ മുകളിലായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മുമ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പ് വെക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഒരാൾക്ക് 3 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ വെച്ച് അകത്തോട്ട് കയറി. നല്ല അടിപൊളി ആംബിയൻസ് ആണ് അകത്തുള്ളത്. ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ മടിക്കേരി വന്ന് കാണുന്ന മെയിൻ സ്പോട്ടാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്നുള്ളത്. ഇവിടുത്തെ നമുക്ക് കാണാനും മാത്രമായിട്ട് ഒരുപാടുണ്ട്. നമുക്ക് ഒരു ദിവസം മൊത്തം എന്ത് ഇവിടെ സ്പെൻഡ് ചെയ്ത് മൊത്തം കാണാൻ പറ്റും. ഇതിനകത്ത് കാണുന്ന നടുക്കത്തെ സ്റ്റാച്ചു ആണ് ബുദ്ധൻ്റേത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, ആയിരക്കണക്കിന് മോങ്സ് പഠിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സ്പിരിച്വൽ സെൻറ്ററും കൂടിയാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. നമ്മളെല്ലാം നേരിട്ട് കാണേണ്ടത് തന്നെയാണിത്. മടിക്കേരിക്ക് എന്തായാലും ഒരു പ്രാവശ്യം നമ്മുടെ ലൈഫിൽ എന്തായാലും വരണം. ഇവിടുത്തെ ആർക്കിടെക്ചർ ആണെങ്കിലും ചിത്ര വൈഭവങ്ങളാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ റൂട്ട് മാപ്പ് എന്ന പോലെ തന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഏത് ഭാഗത്തൊക്കെ ഉള്ളതെന്ന് എന്ത് ചെയ്യാം? നോക്കിയിട്ട് മനസ്സിലാക്കാം. ഞങ്ങളിവിടെ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതേപോലെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് വന്ന റീൽസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. നമ്മൾ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്തു. നമ്മൾ അത് കഴിഞ്ഞ് നേരെ വിടുന്നത് നിസർഗധാമയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ നിസർഗധാമയിലേക്ക് എത്തി. ഇവിടെ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ പല ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. 3D ആക്ടിവിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ റോപ്പ് സ്കൈ ഡൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് കാവേരി നിസർഗധാമ എന്ന ഒരു എൻട്രി കാണാം. ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കാണാനുണ്ട്. ഒരാൾക്കുള്ള ചാർജ് ഉള്ളത് 80 പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്നുള്ളത് നമുക്ക് നല്ലോണം പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം അത്രമാത്രം ഇവിടെ പർച്ചേസിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ വേറൊന്നും നോക്കാനില്ല. എല്ലാവരും എന്താണ് പർച്ചേസിങ്ങിന് അങ്ങോട്ട് ഇറങ്ങി. ഒരാൾ ഓരോ ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്യാൻ തുടങ്ങി.
ഇവിടുത്തെ പർച്ചേസിങ്ങിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ടൊരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടെ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരാളിവിടെ ഫുഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല, ജീരകയൊക്കെ എടുത്ത് നിന്നുണ്ട്. അങ്ങനെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ഫുഡ് വന്നു. നല്ല അടിപൊളി ഫുഡാണ്. എല്ലാവരും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് 3 സ്ഥലങ്ങളോളം കവർ ചെയ്തു. ടൈം എടുത്തിട്ടാണ് കവർ ചെയ്തത് എല്ലാ സ്ഥലവും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ അടുത്തെന്നുള്ളത് നേരെ കാസർഗോഡിലേക്കാണ്. പിന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രാജ സ്ട്രീറ്റ് പോകുമായിരുന്നു. ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പേ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രാജ സ്ട്രീറ്റും കൂടി കവർ ചെയ്യാം. ഈ ട്രിപ്പ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. നമുക്ക് ചെറിയ സമയത്തിൻ്റെ പരിമിതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ട്രിപ്പ് അടിപൊളിയാണ്.